ഓരോ ഭരണസമിതിക്ക് തട്ടിക്കളിക്കാനുള്ളതാണ്. ഗുരുവായൂർ നിവാസികൾ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്തുള്ളവർ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് ഭക്തന്മാരുടെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിനും ഗുരുവായൂരപ്പനുള്ള ഒരു സംരക്ഷണമായിരുന്നു. ആ ബെൽറ്റാണ് ഇല്ലാണ്ടാവാൻ പോണത്. ഇതിന് ചുറ്റുമുള്ള ഈ വ്യാപാരികളും ഈ ഭൂവുടമകളും ഈ അമ്പലത്തിലെ കീഴ്ശാന്തിക്കാരും കോതിക്കന്മാരും ഇവരുടെ സംരക്ഷണത്തിലായിരുന്നു ഗുരുവായൂരപ്പൻ. നമ്മുടെ ഭൂമി അക്വയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ അറിയേണ്ടവരാണ് നമ്മൾ. ഗസറ്റിൽ വന്ന പബ്ലിക്കേഷൻ പോലും ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. ആ രീതിയിലാണ് അക്വസിഷൻ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഭൂവുടമകൾക്ക് വളരെ വലിയ ആശങ്ക ഉണ്ട്. കാരണം ഏകദേശം 20ഓളം കുടുംബങ്ങളാണ് അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. അത് മാത്രമല്ല, നമുക്കറിയാം 1000-ലധികം വ്യാപാരികളുടെ വ്യാപാര സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് ജോലി നഷ്ടപ്പെടുകയാണ്. ഇതിൽ 2013 ഒരു ആക്ട് അമെൻമെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ നഷ്ടപരിഹാരം, പുനരധിവാസം, മാസ്റ്റർ പ്ലാൻ, ഇത് മൂന്നും നമ്മുടെ ഭൂമി നഷ്ടപ്പെടുന്നവർക്കും വ്യാപാരികൾക്കും അറിഞ്ഞിട്ട് മാത്രമേ അക്വസിഷൻ നടപടികളായിട്ട് മുന്നോട്ട് പോകാവൂ എന്നുള്ള ആ ആക്ടിനെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. 2 കൊല്ലം മുമ്പ് ഒരു സാമൂഹ്യാഘാത പഠനം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നടത്തി. അതിൽ ആ പങ്കെടുത്ത എല്ലാവരും പറ്റിക്കുകയാണ് ചെയ്തത്. പങ്കെടുത്തു എന്ന് പറഞ്ഞ് രജിസ്റ്ററിൽ ഒപ്പിട്ട് എല്ലാം സമ്മതമായിട്ട് മാറ്റിയിരിക്കുകയാണ്. അതേപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ആ ആശങ്ക വെളിപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുന്നത്. എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ. ആരുടെ അടുത്ത് പോകും? ദേവസ്വം അധികാരികളുടെ അടുത്ത് പോയാൽ പറയും ഞങ്ങളുടെ അടുത്തല്ല അക്വസിഷൻ നടപടിയായി, നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് പോകുന്നു. ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ കളക്ടർക്ക് കൊടുത്തു, LAക്ക് പരാതി കൊടുത്തു. ആ പരാതിയൊക്കെ അവർ ഇവിടേക്ക് ഫോർവേഡ് ചെയ്യാന്നല്ലാണ്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെ വ്യക്തമായ ഒരു കാര്യവും, എന്താണ് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോണത്, അല്ലെങ്കിൽ എന്താണ് മാസ്റ്റർ പ്ലാൻ, അല്ലെങ്കിൽ എന്താണ് പുനരധിവാസ പാക്കേജ്, ഇതൊന്നും പറയാതെ മുന്നോട്ട് പോവാണ്. നമുക്കറിയാം ദേവസ്വം ഭരണസമിതിയുടെ 2 കൊല്ലമാണ് കാലാവധി. ഈ 2 കൊല്ലം കാലാവധി വരുന്ന ഓരോ ഭരണസമിതി ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കും. ഇപ്പോൾ അക്വസിഷൻ എന്ന് പറഞ്ഞിട്ട് 5ഓ 6ഓ അക്വസിഷൻ കഴിഞ്ഞു. വേസ്റ്റ് ഡംപ് ചെയ്യാണ്. ഓരോ ഭരണസമിതിക്ക് തട്ടിക്കളിക്കാനുള്ളതാണ്. ഗുരുവായൂർ നിവാസികൾ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്തുള്ളവർ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് ഭക്തന്മാരുടെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിനും ഗുരുവായൂരപ്പനുള്ള ഒരു സംരക്ഷണമായിരുന്നു. ആ ബെൽറ്റാണ് ഇല്ലാണ്ടാവാൻ പോണത്. ഇതിന് ചുറ്റുമുള്ള ഈ വ്യാപാരികളും ഈ ഭൂവുടമകളും ഈ അമ്പലത്തിലെ കീഴ്ശാന്തിക്കാരും കോതിക്കന്മാരും ഇവരുടെ സംരക്ഷണത്തിലായിരുന്നു ഗുരുവായൂരപ്പൻ. അതൊക്കെ ഇല്ലാണ്ടായി, ഇവരൊക്കെ ഇല്ലാണ്ടായാൽ എന്തായിരിക്കും ഗുരുവായൂരിൻ്റെ അവസ്ഥ? ക്ഷേത്ര പാരമ്പര്യക്കാരുടെ അവസ്ഥ നമുക്കറിയാം. അവർക്ക് ഏത് നിമിഷവും രാത്രി 12 മണി വരെ അമ്പലത്തിലുണ്ടാവണം, അല്ലെങ്കിൽ രാവിലെ 2 മണിയാകുമ്പോൾ അമ്പലത്തിൻ്റെ എത്തേണ്ടവരാണ്. ഇവരൊക്കെ ഇവിടുന്ന് പോയിട്ട് എവിടെയെങ്കിലും പോയി താമസിച്ചാൽ എങ്ങനെ പ്രവർത്തികൾക്ക് വരുമെന്നാണ് പറയുന്നത്.